മകളെ, ഈശോ പറഞ്ഞില്ലേ, ഞാൻ സാധുശീലനും ഹൃദയ എളിമയുമുള്ളവനാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. ഓർമ്മിക്കുന്നില്ലേ, ഒരു നാൾ ഗലീലി കടലിലൂടെ യേശു കടന്നു പോകുമ്പോൾ, വഞ്ചിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റുണ്ടായി. വഞ്ചി മുങ്ങുവോളം വെള്ളം കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളുടെ കാര്യത്തിൽ ഗൗനിക്കുന്നില്ലേ? അപ്പോൾ ഈശോ പറഞ്ഞു, അടങ്ങുക, ശാന്തമാക്കുക. മക്കളെ, ഈ ലോക ജീവിതമാകുന്ന സാഗരത്തിൽ ഇറങ്ങിയിരിക്കുന്ന ചെറു തോണികളാണ് നമ്മുടെ ജീവിതം. പങ്കായമില്ലാത്ത ജീവിതങ്ങൾ, നങ്കൂരമില്ലാത്ത ജീവിതങ്ങൾ. എന്നാൽ ഈശോ കടന്നു വരുമ്പോൾ പങ്കായം പോയ ജീവിതങ്ങൾക്ക് പങ്കായം നൽകി. നങ്കൂരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നങ്കൂരങ്ങൾ നൽകും. എങ്ങനെ മക്കളെ നമ്മൾ നശിച്ചു പോകുന്നത്? പ്രാർത്ഥനയില്ലാത്ത ജീവിതമായി തീരുമ്പോൾ, ജപമാല ചൊല്ലാൻ താല്പര്യമില്ലാതെയായി തീരുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പോകുവാനോ കുർബാന സ്വീകരിക്കുവാനോ താല്പര്യമില്ലാതെയായി തീരുമ്പോൾ, വചനം ശ്രമിക്കുവാനോ വചനം കേൾക്കുവാനോ ആഗ്രഹമില്ലാതെയായി തീരുമ്പോൾ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാശങ്ങൾ വന്നു ചേരുകയാണ്. പ്രക്ഷുബ്ധമായ അന്തരീക്ഷം പോലെ കടന്നു വരികയാണ്. ഒരു പക്ഷേ ഭാര്യ ഭർത്തൃ സംശയമായിരിക്കാം, കലഹങ്ങളായിരിക്കാം, ഭിന്നതകളായിരിക്കാം, അയൽവാസികളോടുള്ള വെറുപ്പായിരിക്കാം, അല്ലെങ്കിൽ അനീതിപൂർവമായ പെരുമാറ്റമായിരിക്കാം, അന്യായമായിരിക്കുന്ന പണസമ്പാദനമായിരിക്കാം. ഈശോ പറയും, ശാന്തമാകുക, അടങ്ങുക, ഞാൻ ദൈവമാണെന്നറിയുക. ആ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ മഹത്വം, മഹത്വം, ആരാധന, മഹത്വം, ആരാധന. കർത്താവേ, എല്ലാ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ മാറിപ്പോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ ജീവിതമാകുന്ന ഞങ്ങളുടെ ചെറു തോണിയിലേക്ക് യേശുവേ കടന്നു വരണമേ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.